ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് KPSCA നടത്തിയ LSS മോഡൽ എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇതിന് മുമ്പ് KSTU നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട്, മക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? അത് പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. 22-ാം തീയതി KSTAൻ്റെ എക്സാം ഉണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നൽകാം കേട്ടോ. നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്, എല്ലാവരും അത് പോയി കാണുക, നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യുക. വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല, വിശദമായിട്ട് ആൻസറൊക്കെ നൽകിയിട്ടുണ്ട്. മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാന്തിഗിരിയിൽ നിന്നും പുറപ്പെട്ട വിനോദയാത്രാ സംഘത്തിൽ 54 അംഗങ്ങളുണ്ട്. ഒരാളിൽ നിന്ന് 1300 രൂപയാണ് ചെലവിനായി വാങ്ങിയത്. 2 ദിവസത്തെ ഭക്ഷണത്തിനായി 16,200 രൂപയും വണ്ടി വാടകയ്ക്കായി 36,600 രൂപയും ചെലവായി. വാട്ടർ തീം പാർക്കിൽ ഒരാൾക്ക് പ്രവേശന ടിക്കറ്റിനായി 250 രൂപ നൽകേണ്ടി വന്നു. ഇനി ഇതിൽ എ ക്വസ്റ്റ്യന്, അംഗങ്ങളിൽ നിന്നും ലഭിച്ച ആകെ തുക എത്ര? എങ്ങനെ കണ്ടെത്തും? ആകെ 54 അംഗങ്ങളുണ്ട്. അയാളിൽ നിന്ന് 1300 രൂപയാണ് വാങ്ങിയത്. അപ്പോൾ 54 ഗുണിക്കണം 1300. ഗുണിക്കാനുള്ള എളുപ്പമായി 0 ഗുണിക്കരുത്. 13 ഗുണിക്കണം 54. ആൻസറിനോട് കൂടി 2 0 ചേർക്കുക. ആൻസർ 70,200. ക്വസ്റ്റ്യന്, ആകെ ചിലവായ തുക എത്ര? ഭക്ഷണത്തിൻ്റെത് 16,200 പ്ലസ് വണ്ടി വാടക 36,600. നമ്മൾ എന്ത് കണ്ടെത്തണം? ടിക്കറ്റിൻ്റെ വില. ഒരാൾക്ക് 250 രൂപയാണ്. 250 ഗുണിക്കണം 54, 13,500. ആൻസർ 66,300. ഇനി സി ക്വസ്റ്റ്യൻ, കിട്ടിയ തുകയുടെ ചെലവിനേക്കാൾ കൂടുതലാണോ കുറവാണോ? എത്ര? കിട്ടിയ ടോട്ടൽ തുക 70,200 നിന്ന് ചിലവായ 66,300 കുറക്കുക. അപ്പോൾ 3,900 കിട്ടും. അപ്പോൾ കൂടുതലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അതിൽ ഡി ക്വസ്റ്റ്യന്, വാട്ടർ തീം പാർക്കിനകത്തെ ഒരു റൈഡിൽ മറ്റൊരു സംഘത്തിലെ 8 പേർക്ക് ടിക്കറ്റിനായി 360 രൂപ ചിലവായെങ്കിൽ ഒരാളുടെ ടിക്കറ്റ് നിരക്ക് എത്ര? 360 ഹരിക്കണം 8 സമം 45. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനീഷ് 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരവും സുമ 10 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള മറ്റൊരു ചതുരവും കാർഡ്ബോർഡിൽ നിന്നും വെട്ടിയെടുത്തു. അതിൽ എ ക്വസ്റ്റ്യന്, അനീഷും സുമയും വെട്ടിയെടുത്ത ചതുരങ്ങളുടെ ചുറ്റളവിൻ്റെ വ്യത്യാസം എത്ര? മക്കൾ മാത്സ് ചെയ്യുമ്പോൾ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് വായിക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും, പക്ഷേ ചോദ്യം മനസ്സിലാവാത്ത പ്രശ്നമാണ്. നമുക്ക് 2 ചതുരത്തിൻ്റെയും ചുറ്റളവ് കാണണം. ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം ചുറ്റളവ് സമം നീളം പ്ലസ് വീതി ഗുണിക്കണം 2. ചുറ്റളവ് എന്നാൽ 4 ഭാഗമുള്ള അളവ്, ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. ചുറ്റളവ് കാണാൻ തന്നിട്ടുണ്ടെങ്കിൽ സൈഡിലായിട്ട് ചതുരാണെങ്കിലും സമചതുരാണെങ്കിലും വരച്ച് അളവുകളൊക്കെ രേഖപ്പെടുത്താം. ഇത് നിങ്ങൾ ചെയ്യുന്ന ക്രിയകളൊക്കെ ഈ സ്കോർ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ഭാഗത്ത് തന്നെ ചെയ്യണം, വേറെ പേപ്പറിലൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. അനീഷിൻ്റെ ചതുരം എത്രയാണ്? 6 + 8 ഗുണിക്കണം 2 സമം 28. സുമ 6 + 10 ഗുണിക്കണം 2 സമം 32. മനസ്സിലായല്ലോ? ഇനി ചതുരം വരച്ചാൽ ഇതിലും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. നീളം പ്ലസ് നീളം, വീതി പ്ലസ് വീതി. 6 + 6 8 + 8 അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ 28 കിട്ടും. ഈ 2 ചുറ്റളവും തമ്മിൽ കുറക്കുക, അപ്പോൾ 4 കിട്ടും. വ്യത്യാസം എത്രയാണ്? ആൻസർ 4. ഇനി അതിൽ ബി ക്വസ്റ്റ്യന്, 2 പേരും വെട്ടിയെടുത്ത ചതുരങ്ങളുടെ തുല്യ അളവുകളുള്ള വശങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരം ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഒരു വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇതുപോലെ കിട്ടും. ഇതുപോലെ വരച്ച് അളവുകൾ രേഖപ്പെടുത്തുക. ഈ ചുറ്റുമുള്ള അളവുകൾ കൂട്ടുക. നീളം പ്ലസ് നീളം, വീതി പ്ലസ് വീതി. ഒരു നീളം 8 + 10, 2 നീളം കൂട്ടുക 2 വീതി. അപ്പോൾ ആൻസർ 48 കിട്ടും. വലിയ ചതുരത്തിൻ്റെ ചുറ്റളവുള്ള ഒരു സമചതുരം നിർമ്മിച്ചാൽ അതിൻ്റെ ഒരു വശം എത്ര? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമചതുരം വരയ്ക്കുക. ചുറ്റളവ് എത്രയാണ്? 48. ഇതിൻ്റെ ഒരു വശം കാണണമെന്നുണ്ടെങ്കിൽ ചുറ്റളവിനെ 4 കൊണ്ട് ഹരിക്കുക. 48 ഹരിക്കണം 4 സമം 12. സമചതുരത്തിൻ്റെ ഒരു വശം 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചാലും 8 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 4 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെ ചോദ്യം വന്നാൽ 6 കൊണ്ട് ഗുണിച്ചാലും 8 കൊണ്ട് ഗുണിച്ചാലും ഒരേ സംഖ്യ കിട്ടണം. അപ്പോൾ 24. ശിഷ്ടം വരുന്നത് 4. 24 കൂടെ 4 കൂട്ടുക 28. ആൻസർ 28. ഒരു മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച 31-ാം തീയതിയാണെങ്കിൽ ആദ്യ ചൊവ്വാഴ്ച ഏത് തീയതിയായിരിക്കും? ഇങ്ങനെ ചോദ്യം വന്നാൽ ഇത് കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്.
കലണ്ടറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നൽകിയിട്ടുണ്ട്, മക്കളത് പോയി കാണണം. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതിയും 29-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. അതുപോലെ 2-30, 3-31 ഒരേ ദിവസമായിരിക്കും. എന്താ തന്നിട്ടുള്ളത്? 31-ാം തീയതി ബുധനാണ്, 3-ാം തീയതിയും ബുധനായിരിക്കും. അപ്പോൾ 2-ാം തീയതി ഏത് ദിവസമായിരിക്കും? ചൊവ്വ. മനസ്സിലായല്ലോ? മക്കളോട് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ചതുരം സമചതുരം ചുറ്റളവ്. അതിൻ്റെ ഒരു വീഡിയോ നൽകിയിട്ടുണ്ട്, അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പോയി കണ്ട് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് 9999 നിന്നും ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് 6354 ഉത്തരം കിട്ടിയത്? ഇങ്ങനെ വന്നാൽ ഉത്തരം തന്നിട്ടുണ്ടല്ലോ, ഉത്തരത്തിൽ നിന്ന് ആ സംഖ്യ കുറക്കുക, അപ്പോൾ ആൻസർ കിട്ടും. എത്രയാണ്? 3645. അടുത്തത് ഒരു പാറ്റേൺ പൂർത്തിയാക്കാനാണ്. 6710, 6820, 6930. ഈ പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ഇങ്ങനെ വലിയ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ കുറക്കുക, അപ്പോൾ നമുക്ക് കൂട്ടേണ്ട സംഖ്യ കിട്ടും. ഇവിടെ നമുക്ക് 110 കിട്ടിയിട്ടുള്ളത്. ആൻസർ എത്ര കിട്ടും? 7040. മനസ്സിലാണില്ലേ മക്കൾക്ക്? മക്കൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കാസർഗോഡ് നിന്ന് ബസ്സിൽ രാവിലെ 6:15 പുറപ്പെട്ട യാത്രാ സംഘം 1:20 PM കൊച്ചിയിൽ എത്തിച്ചേർന്നു. ഭക്ഷണത്തിനായി അവിടെ 45 മിനിറ്റ് ചെലവഴിച്ചു. യാത്ര തുറന്നു സംഘം 6:45 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നാൽ അവർ യാത്രക്ക് മാത്രം എടുത്ത സമയം എത്ര? പുറപ്പെട്ട സമയം 6:15, രാവിലെ 6:15. അത് രാവിലെ 12 മണിയാവാൻ എത്ര മണിക്കൂറുണ്ട്? 5 മണിക്കൂറും 45 മിനിറ്റുമാണ് രാവിലത്തെ AM വരെയുള്ള മണിക്കൂർ. ഇനി PM മണിക്കൂർ, അതായത് 12 മണിക്ക് ശേഷമുള്ള മണിക്കൂർ കണ്ടെത്തണം. 1:20 നമ്മൾക്ക് നോക്കണ്ട, അവിടെ 45 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 6:45 അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. 45 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം, അവർ റെസ്റ്റ് എടുത്തതാണ്, അവർ യാത്രക്ക് എടുത്തതല്ല. അപ്പോൾ ഈ 6:45 45 മാറ്റി വെച്ചാൽ 6 മണിക്കൂർ, 12 മണിക്ക് ശേഷമുള്ള 6 മണിക്കൂർ. രാവിലത്തെ 5:45 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷമുള്ള 6 മണിക്കൂറും കൂട്ടിയാൽ 11:45 കിട്ടും. അപ്പോൾ അവർ യാത്രക്ക് എടുത്ത സമയം 11:45. നെക്സ്റ്റ്, ഒരു ഭരണിയിൽ 3 ലിറ്റർ ജ്യൂസ് ഉണ്ട്. ഈ ജ്യൂസ് 200 മില്ലി ലിറ്റർ വീതം എത്ര ഗ്ലാസ്സിൽ നിറക്കാൻ കഴിയും? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3000 മില്ലി ലിറ്റർ. 200 മില്ലി ലിറ്റർ കുപ്പിയിലേക്കാണ് നിറക്കേണ്ടത്, ഗ്ലാസ്സിലേക്കാണ് നിറക്കേണ്ടത്. അപ്പോൾ 3000 ഹരിക്കണം 200. അപ്പോൾ താഴെ എത്ര പൂജ്യം ഉണ്ടോ അതുപോലെ മുകളിലത്തെ പൂജ്യം വിട്ടുക. താഴത്തെ 2 പൂജ്യം വെട്ടിയാൽ മുകളിലത്തെ 2 പൂജ്യം വെട്ടും. ബാക്കി സിസ്റ്റം എന്തുണ്ടാവും? 30 ഹരിക്കണം 2. 30ൽ എത്ര 2 ഉണ്ട്? 15. ആൻസർ 15 ഗ്ലാസ്സിൽ. മനസ്സിലായല്ലോ? ഇനി 5000 രൂപ ബാങ്കിൽ നിന്നും പിൻവലിച്ചപ്പോൾ 50 രൂപയുടെ 60 നോട്ടുകളും ബാക്കി 20 രൂപയുടെ നോട്ടുകളുമാണ് ലഭിച്ചത്. 20 രൂപയുടെ എത്ര നോട്ടുകളാണ് മിനിക്ക് ലഭിച്ചിട്ടുണ്ടാവുക? 50 ഗുണിക്കണം 60 സമം 3000. 5000 രൂപയാണല്ലോ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 3000 രൂപ 50 രൂപയുടെ നോട്ടാണ്. ബാക്കി 20 രൂപയുടെ നോട്ട് എത്രയുണ്ട്? 2000 രൂപയുള്ളത്. നമുക്ക് കണ്ടെത്തേണ്ടത് 20 രൂപയുടെ എത്ര നോട്ടുകളാണുള്ളത്. അപ്പോൾ 2000 രൂപയാണ് ബാക്കിയുള്ളത്. ആ 2000ൽ എത്ര 20 നോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തണം. 2000 ഹരിക്കണം 20. താഴെ ഒരു പൂജ്യം ഉണ്ട്, അപ്പോൾ മുകളിൽ ഒരു പൂജ്യം വിട്ടുക, താഴത്തെ ഒരു പൂജ്യം വിട്ടുക. 200ൽ എത്ര 2 ഉണ്ട്? 100. ആൻസർ 100 നോട്ടുകൾ. 2ാമത്തെ ക്വസ്റ്റ്യന് 46 100ഉം 213 10 5000 ചേർന്നാൽ സംഖ്യ ഏതാണ്? 46 100 എന്ന് പറഞ്ഞാൽ 46നോട് കൂടി 100ൻ്റെ 2 പൂജ്യം കൂട്ടുക. 213 10 എന്ന് പറഞ്ഞാൽ 213നോട് 10ത്തെ 1 പൂജ്യം കൂട്ടുക. 5000 എന്ന് പറഞ്ഞാൽ 5നോട് 1000ത്തെ 3 പൂജ്യം കൂട്ടുക. ഇനി ഇതൊക്കെ പ്ലസ് ചെയ്യുക. ആൻസർ 11730 കിട്ടും. ഇത് റോമൻ സംഖ്യയാണല്ലേ. റോമൻ സംഖ്യൻ്റെ ക്ലാസ് നൽകിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ. മക്കൾ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ക്ലാസ് സിമ്പിളായിട്ട് നൽകിയിട്ടുള്ളത്, പെട്ടെന്ന് മക്കൾക്ക് മനസ്സിലാവും. അത് പോയി കാണുക, ഒരു മാർക്ക് വെറുതെ കളയരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ 50ആണ്. 50ൽ നിന്ന് 10 കുറയ്ക്കുന്നതാണ് 40. 50ൽ നിന്ന് 10 കൂട്ടുന്നതാണ് 60. അപ്പോൾ LX 60, XL 40. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. 60 കുറക്കണം 40 സമം 20. ഓക്കെ, മക്കൾ നന്നായിട്ട് പഠിക്കുക. മാത്സൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ.
ചോദ്യം മനസ്സിലാവാത്തത് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക കേട്ടോ. പെട്ടെന്ന് ചോദ്യം മനസ്സിലാവാതെ ചെയ്യരുത്. അക്കങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. മക്കൾക്ക് ചെയ്യാൻ കഴിയുന്നതാവും. ചോദ്യം മനസ്സിലാവാത്ത പ്രശ്നമാണ്, ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. ആവർത്തിച്ച് വായിച്ചാൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്ന്, ഗുണനാണോ ഹരണാണോ എന്താ ചെയ്യേണ്ടതെന്ന് മക്കൾ ആവർത്തിച്ച് വായിച്ച് ചോദ്യം മനസ്സിലാക്കി ചെയ്യുക. സ്ഥാനവില തെറ്റാതെ ചെയ്യുക. ഏതെങ്കിലും ഭാഗം അറിയാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.